അങ്ങനെയുള്ള 5 രത്നങ്ങളാണ് ഈ കൃതി, ഉപദേശ പഞ്ചരത്നം. നമുക്ക് പതുക്കെ ഇതിലേക്ക് പ്രവേശിക്കാം. നേരത്തെ സൂചിപ്പിച്ചു, കാമശാസ്ത്രമുണ്ട്, അത് പ്രസക്തമാണ്. അർത്ഥശാസ്ത്രമുണ്ട്, അത് പ്രസക്തമാണ്. ധർമ്മശാസ്ത്രമുണ്ട്, അത് പ്രസക്തമാണ്. മോക്ഷശാസ്ത്രമുണ്ട്, അതും പ്രസക്തമാണ്. ഓരോന്നും അതത് അധികാരികൾക്ക്. ഒരു ശാസ്ത്രത്തിൽ ചിന്തിക്കപ്പെടുന്ന വിഷയമല്ല, ധ്യേയമല്ല മറ്റൊരു ശാസ്ത്രത്തിൽ. ഇവിടെ പരമപുരുഷാർത്ഥം ഇച്ഛിക്കുന്ന, സമ്പൂർണ്ണ ദുഃഖനിവൃത്തി രൂപമാകുന്ന മോക്ഷമാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും അതിലേക്കും ഉള്ള ആ ഒരു 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 ഉപദേശക്രമമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ അനുക്രമമായി മുക്തിയുടെ പരമസ്വരൂപത്തിലേക്ക് ഉയർത്തുകയാണ് ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ ചെയ്യുന്നത്. സ്വയം നമുക്ക് പഠിച്ച് ഓരോ വാക്യവും മനനം ചെയ്ത് മുന്നോട്ട് പോവാം. നേരത്തെ സൂചിപ്പിച്ചു, വളരെയധികം വിസ്തരിക്കാൻ കഴിയില്ല, സാമാന്യം. ശരി. വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാമപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗഘ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാവ്യവസീയതാം നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം. ഇതോടെ അച്ചടിച്ചൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാവണത്. അങ്ങനെയാണല്ലോ നമ്മളെ മുമ്പിലുള്ളത് പോന്ന്. അപ്പം അതുകൊണ്ട് ചൊല്ലാം. വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാമപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗഘ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാവ്യവസീയതാം നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം. നാമത്തെ ശ്ലോകത്തിൽ 8 ഉപദേശങ്ങളാണ്. ഇതെല്ലാം തന്നെ നിർദ്ദേശമായിട്ടോ ഉപദേശമായിട്ടോ ആശിഷായിട്ടോ വിധിയായിട്ടോ ഒക്കെ വ്യാഖ്യാനിക്കാവുന്ന വാക്യങ്ങളാണ്. ഇത് വിധിയാണ്. പിന്നെ ആമന്ത്രണം നിമന്ത്രണം എന്നർത്ഥം ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇത് ആശിഷാണ്. അതായത് ഭാഷയിൽ, സംസ്കൃത ഭാഷയിൽ അനേക അർത്ഥങ്ങൾ ധ്വനിപ്പിക്കാൻ വേണ്ടി പല ലകാരങ്ങൾ വിനിയോഗിക്കുന്നുണ്ട്. അതിലിത് മുഴുവൻ ലോട്ടെന്ന് പറയുന്നതാണ്. ലോട്ടെല്ലാം വിധി, നിമന്ത്രണം, ആമന്ത്രണം, സംപ്രശ്നം തുടങ്ങി അനേകമർത്ഥങ്ങളുണ്ട്. അപ്പം അതിലാണ് വിധിയാണെന്ന് പറയാം, നിർദ്ദേശമാണെന്ന് പറയാം, ആശിഷാണെന്ന് പറയാം, ഉപദേശമാണെന്ന് പറയാം, എല്ലാ അർത്ഥങ്ങളും പറയാം. വിധി പറഞ്ഞാൽ പാലിച്ചോളണം എന്നുള്ളതാണ്. പത്രക്കൊക്കെ പോകണമെന്ന് വെച്ചാൽ ഉപദേശം ഇട്ടെടുക്കാം. ഒഴിച്ചുകൂടരുത്, ഒഴിക്കാൻ പാടില്ല, ഒഴിച്ചു മാറ്റാൻ പാടില്ല, അനുഷ്ഠിക്കണേ എന്ന് പറയുകയാണ്.
ആ രീതിയിലാണ് എല്ലാ വാക്യങ്ങളും. അപ്പം ആദ്യം തന്നെ പറയുന്നത് നിത്യം വേദഃ അധീയതാം. വേദഃ നിത്യം അധീയതാം. നിത്യവും വേദത്തെ അല്ലെങ്കിൽ വേദം പഠിക്കപ്പെടട്ടെ. ഇതൊരാശിഷാണ്. നിത്യവും വേദം പഠിക്കപ്പെടട്ടെ. പഠിച്ചാലും ദിവസവും വേദത്തിൻ്റെ അധ്യയനം ചെയ്യണം. എന്നും ഒഴിവാക്കരുത്. പ്രവൃത്തി നിവൃത്തി രൂപമായ ധർമ്മവ്യവസ്ഥയുടെ മുഴുവൻ മൂലം, ആധാരം വേദമാണ്. എല്ലാ പുരുഷാർത്ഥങ്ങളുടെയും പ്രാപ്തി അത് വേദത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. സകല ശാസ്ത്രങ്ങളുടെയും മൂലം നമുക്ക് വേദത്തിൽ കാണാം. ഏത് പുരുഷാർത്ഥമായാലും അതിൻ്റെയൊക്കെ വേരുകൾ വേദത്തിലുണ്ട്. വേദം പ്രതിപാദിക്കാത്തൊരറിവില്ല. ജീവിതത്തിൽ എല്ലാ പ്രകാരത്തിലും പെട്ട ഉയർച്ചയാകുന്ന അഭ്യുദയമാകട്ടെ, ആത്യന്തിക ദുഃഖനിവൃത്തിയാകുന്ന നിശ്രേയസമാകട്ടെ, രണ്ടിനും പ്രമാണം ഒന്നാണ്, വേദം. ധർമ്മമൂലം വേദമാണ്, മോക്ഷമൂലം വേദമാണ്. അതെ, ധർമാചരണത്തിനും ബ്രഹ്മസാക്ഷാത്കാരത്തിനും ഒരുപോലെ മൂലം വേദമാണ്. അതുകൊണ്ട് ആചാര്യൻ ഇവിടെ നിത്യവും വേദം പഠിക്കാൻ നിർദ്ദേശിക്കുന്നു. വേദോ നിത്യമധീയതാം. നിത്യവും, ഒരു കാരണവശാൽ ഒഴിവാക്കരുത്. നിത്യകർമ്മമായി എടുക്കണം ഇത്. അതുകൊണ്ട് പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നായി സ്വാധ്യായത്തെ പറഞ്ഞു. ബ്രഹ്മയജ്ഞം അവശ്യ കർത്തവ്യമാണ്. പഞ്ചമഹായജ്ഞം പഞ്ചമഹായജ്ഞം ചെയ്താലേ നമ്മൾ ആശ്രമികളാണെന്ന് പറയാൻ പറ്റൂ. ആ പഞ്ചമഹായജ്ഞങ്ങളിൽ പ്രാധാന്യേന ബ്രഹ്മയജ്ഞം പറഞ്ഞു. ബ്രഹ്മയജ്ഞം സ്വാധ്യായ പ്രവചനങ്ങളാണ്. സ്വാധ്യായം വേദപഠനമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിത്യകർത്തവ്യമാണ്, അവശ്യ കർത്തവ്യമാണ്. അപ്പം നിത്യവും വേദത്തെ പഠിച്ചാലും. എന്താണ് വേദം? വേദം അറിവാണ്. വിത് ജ്ഞാനേ എന്നുള്ള ധാതുവിൽ നിന്നാണ് പ്രാഥമികമായി തന്നെ വേദശബ്ദം ഉണ്ടാവുന്നത്. വിത് ജ്ഞാനേ, അറിവ്, അതാണ് വേദം. അറിവെന്ന് മാത്രമല്ല വേദത്തിനർത്ഥം, അറിവെന്ന മുഖ്യ അർത്ഥം. പരമമായ അസ്തിത്വത്തെ സംബന്ധിക്കുന്നത്, അതാണ് വേദം. വിത് സത്തായാം എന്ന് ധാതു. പരമമായ ലാഭത്തെ നൽകുന്നത്, അതാണ് വേദം. വിത് ലാഭേ എന്ന് ധാതു. സൂക്ഷ്മ വിചാരത്തിലൂടെ നേടേണ്ടത്, അതാണ് വേദം. വിത് വിചാരണേ എന്ന് ധാതു. ഇതൊക്കെ വേദശബ്ദത്തിൻ്റെ അർത്ഥങ്ങൾ തന്നെയാണ്. എങ്കിലും സർവാചാര്യന്മാരും എല്ലാ പ്രകാരത്തിലും സമ്മതിക്കുന്ന അർത്ഥം ജ്ഞാനം എന്നുള്ള അർത്ഥമാണ്. അതാണ് പ്രഥമം. അപ്പോൾ അറിവാണ് വേദം. അറിവെന്ന് പറയുമ്പോൾ എന്താണ് ഈ പ്രപഞ്ചം? എന്താണ് ഈ പ്രപഞ്ച കാരണം?
ആരാണ് ഈ പ്രപഞ്ച നിയന്താവ്? ആരാണ് ഞാൻ? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എന്ത്? ഇങ്ങനെ നിരവധി അസ്തിത്വ സംബന്ധിയായ പ്രശ്നങ്ങൾ അനാദികാലമായി മനുഷ്യനുണ്ടായിട്ടുണ്ട്. മനുഷ്യൻ അഥവാ മാനവൻ ജനിച്ച നിമിഷം മുതൽ നമ്മളിലൊക്കെ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളൊക്കെ നീക്കുപോക്കുകൾ ചെയ്യും പലപ്പോഴും. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് സമാധാനം കണ്ടെത്തുക തന്നെ തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ ഋഷീശ്വരന്മാർ അവർ നീക്കുപോക്കുകൾക്ക് തയ്യാറായില്ല. നിരന്തരമായ തപശ്ചര്യകളിലൂടെ അവർ അന്വേഷിച്ചു എന്താണ് സത്യം. അവരുടെ കണ്ടെത്തലുകൾ അതാണ് വേദം. അപാരമായ ലോകകൃപ ഒന്നുകൊണ്ട് മാത്രം തങ്ങളുടെ കണ്ടെത്തലുകളെ അവർ ലോകത്തിന് ഉപദേശിച്ചു. അതാണ് വേദം. അതവർ ഓരോ മനുഷ്യനും തന്നെ ഗ്രഹിക്കാൻ ഉപകരിക്കുന്ന രീതിയിൽ ചിലർ പദ്യമയമായും ചിലർ ഗദ്യമയമായും ചിലർ ഗാനമയമായും ഒക്കെ ഉപദേശിച്ചു. അത് തന്നെ സൂക്ഷ്മ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷി കൈവരിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ വിവിധങ്ങളായ കർമ്മോപായങ്ങളെ പറഞ്ഞു തന്നു. അങ്ങനെയുള്ള നിരവധി കർമാചരണ പദ്ധതികളിലൂടെ ക്രമികമായി ഉയരാൻ പറഞ്ഞു. അവയുമായി ബന്ധപ്പെട്ട ദേവതകളെ ബോധിപ്പിച്ചു. ആ ദേവതകളെ വാഴ്ത്താനും പൂജിക്കാനും ഒക്കെ പഠിപ്പിച്ചു. അതിൻ്റെ വിധിവിധാനങ്ങളെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ക്രമേണ ചിത്തശുദ്ധിയുടെ ഏകാഗ്രതയുടെ സമ്പാദനത്തിനനുസരിച്ച് പരമമായ സത്യത്തെ അവർ നമുക്ക് ഉപദേശിച്ചു. ഇങ്ങനെ ക്രമികമായി മനുഷ്യ സമാജത്തിന് ഋഷീശ്വരന്മാർ നൽകിയ നിധി, അറിവിൻ്റെ ഭണ്ഡാരം, അതാണ് വേദം. നമ്മളെല്ലാം അതിൻ്റെ അധികാരികളാണ്. നമ്മളെല്ലാം പൈതൃക സമ്പത്തായി വേദം നേടിയവരാണ്. അതുകൊണ്ട് വേദപഠനം അവശ്യ കർത്തവ്യമാണ്. ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ നപുംസകമെന്നോ വ്യത്യാസമില്ല. എല്ലാവർക്കും വേദം പഠിക്കാൻ അധികാരമുണ്ട്. ഉള്ള അധികാരത്തെ വിനിയോഗിക്കണം. അതുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ വേദോ നിത്യമധീയതാം, നിത്യവും വേദത്തെ പഠിച്ചാലും ദിവസവും പഠിക്കൂ. ശാസ്ത്ര സ്വാധ്യായം നിരന്തരം ചെയ്യണം. ചിലപ്പോൾ ഒരുപാടങ്ങ് ചെയ്യും, പിന്നെ ഭാഗത്തേക്കുണ്ടാവില്ല. അങ്ങനെയാ ചിലർ. ഇവിടെ ഉള്ളവരല്ല കേട്ടോ, പൊതുവെ അങ്ങനെയാണ്. അപ്പം പിന്നെ പ്രയോജനം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്ര സ്വാധ്യായത്തിലൊരു നൈരന്തര്യം വേണം. ദിവസവും പഠിക്കണം. അല്പം പഠിച്ചാൽ മതി. അല്പമാണെങ്കിലും നിത്യവും പഠിക്കണം. ഋഷീശ്വരന്മാരുടെ ഉപദേശങ്ങൾ ദിവസവും അനുസന്ധാനം ചെയ്യണം. ഇതിൽ വിട്ടുവീഴ്ച പാടില്ല. അപ്പം നമ്മെ സംബന്ധിച്ച് ദിവസവും വേദം പഠിക്കണം തന്നെയാണോ? അതെ, അത് തന്നെയാണ്. വേദം പോലെ വൈദിക ശാസ്ത്രങ്ങളെയും പഠിക്കൂ. വേദത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സുമധുരമായും സുലളിതമായും നമുക്ക് തന്ന ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, അവയെ വായിക്കൂ. അവയിലുള്ള ആശയങ്ങളെ പ്രത്യേകമായി അടർത്തിയെടുത്ത് ക്രോഡീകരിച്ചു തന്ന ഒട്ടനവധി കൃതികളുണ്ട്. എണ്ണിയാൽ
ഒതുങ്ങാത്ത അല്ലെങ്കിൽ ഒടുങ്ങാത്തത്ര, എണ്ണത്തിൽ ഒതുക്കാൻ കഴിയാത്തത്ര. എത്ര സമ്പന്നരാ നമ്മൾ! വേദം എന്ന് പറയുമ്പം തന്നെ അതിൽ അന്തർഭവിച്ച ഗ്രന്ഥങ്ങളെ പരിശോധിക്കാൻ പോയാൽ ലക്ഷക്കണക്കിന് വരും. ഒരു പുസ്തകമല്ല വേദം. അതിൽ തന്നെ സംഹിത, ബ്രാഹ്മണ, ആരണ്യക, ഉപനിഷത് ഭേദങ്ങൾ, ഋഗ്, യജു, സാമ, അഥർവ വിഭാഗങ്ങളിൽ, യജുസ് തന്നെ കൃഷ്ണ ശുക്ല ഭേദങ്ങളിൽ, ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിങ്ങനെ 6 അംഗങ്ങളോട് ചേർന്ന് ആയുർവേദം, ധനുർവേദം, സ്ഥപത്യവേദം, ഗാന്ധർവവേദം, അർത്ഥശാസ്ത്രം എന്നിങ്ങനെ 5 അനുബന്ധങ്ങളോടുകൂടി. ഇനി നേരത്തെ പറഞ്ഞ ഋഗ്യജു സാമാധർവങ്ങൾ തന്നെ 1100 ചില്ലുവാൻ ശാഖകളിൽ പിരിഞ്ഞത്. എത്ര ബൃഹത്താ! എത്ര ആയിരം ഋഷീശ്വരന്മാരുടെ എത്ര ലക്ഷം ഗ്രന്ഥങ്ങൾ ഈ പറഞ്ഞതിൽ മാത്രം അടങ്ങിയിട്ടുണ്ട്. ഇനി ഇവയുടെ വ്യാഖ്യാന രൂപമായി ജനസമൂഹത്തിൽ ഇവയെ പ്രചരിപ്പിക്കുന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതപ്പെട്ട 5ാമത്തെ വേദം എന്നും പ്രസിദ്ധമായ ഇതിഹാസ പുരാണങ്ങൾ, അവയിൽ മഹാഭാരതവും രാമായണവും, 18 മഹാപുരാണങ്ങൾ, ഇവയിലൊക്കെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ പ്രത്യേകം. ഇവയിലൊക്കെ അടങ്ങിയ ഉപദേശഭാഗങ്ങളെയും സ്തുതികളെയും മറ്റും ആചാര്യന്മാർ ക്രോഡീകരിച്ചത്, വ്യാഖ്യാനിച്ചത്. ഇവയുടെ വിസ്തരണങ്ങൾ ചെയ്തത് ലക്ഷോപലക്ഷം ഗ്രന്ഥങ്ങളായി പിരിയും, വികസിക്കും. ഓർക്കുക, നമ്മൾ വലിയ സമ്പന്നരാ, ഒട്ടും ദരിദ്രരല്ല. ഇത്രക്കേറെ സമ്പത്തുണ്ടായിട്ടും നമ്മൾ വേണ്ട രീതിയിൽ ഇവയെ അഭ്യസിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ വലിയ വിഷമം തന്നെയാണ്. വേദം നിത്യം പഠിക്കണത് പോട്ടെ, വേദം കണ്ടവരെത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുറേയൊക്കെ ഉണ്ട് സമൂഹത്തിൽ. ഒരു 10 കൊല്ലം മുമ്പൊക്കെയാ ചോദിക്കണമെന്ന് വെച്ചാൽ ആരും കണ്ടിട്ടില്ല എന്നാ മറുപടി. ഇപ്പോൾ കുറേയൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയണില്ല. നല്ല മാറ്റം വരുന്നുണ്ട് സമൂഹത്തിൽ. എങ്കിലും ഒക്കെ തുറന്നു നോക്കുകയും വായിക്കുകയൊക്കെ ചെയ്യണവർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ വിഷമം തന്നെയാണ്. 18 പുരാണങ്ങൾ കണ്ടവരെത്രയെന്ന് ചോദിച്ചാൽ തന്നെ കുറച്ച് വിഷമമാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആവുന്ന രീതിയിലൊക്കെ സ്വാധ്യായം ചെയ്യുക എന്ന് മാത്രം പറയുകയാണ്. ഉപദേശം ഇതാണ്: വേദോ നിത്യമധീയതാം. നിത്യവും വേദം പഠിക്കപ്പെടട്ടെ. അധീയതാം, അധിപൂർവകമായ ഇങ്ങ, പഠിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതിൻ്റെ വിധി അർത്ഥത്തിലുള്ള രൂപമാണ് അധീയതാം. പഠിച്ചാലും ആർക്കുപദേശിക്കുക? അങ്ങനെ പഠിച്ചിരുന്നാൽ മതിയോ? ചിലരങ്ങനെയുണ്ട്, വലിയ പഠിപ്പാ, പഠിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതിൽ പറഞ്ഞ ഒരാചരണം ഉണ്ടാവില്ല. അങ്ങനെയുണ്ട് ചിലർ. അതുകൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് പറയുന്നു തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം. ഇത് കേൾക്കാൻ പലർക്കും ഇഷ്ടമല്ല. ആദ്യത്തേത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം. തദുദിതം, തേന ഉദിതം, അതിനാൽ പറയപ്പെട്ടത്, വേദത്താൽ പറയപ്പെട്ടത്. എന്ത്? കർമ്മം, കർമാചരണങ്ങൾ. സ്വനുഷ്ഠീയതാം,
നല്ലതുപോലെ അനുഷ്ഠിക്കപ്പെടട്ടെ. വേദത്തിൽ പറയപ്പെട്ട കർമ്മങ്ങൾ നല്ലതുപോലെ അനുഷ്ഠിക്കപ്പെടട്ടെ. വൈദിക കർമ്മങ്ങൾ നല്ലതുപോലെ അനുഷ്ഠിക്കൂ. നിത്യം അനുഷ്ഠിക്കണം എന്ന് വിധിച്ച അല്ലെങ്കിൽ വിധിക്കപ്പെട്ട തരം കർമ്മങ്ങൾ, അഗ്നിഹോത്രങ്ങൾ, ദിവസവും അഗ്നിഹോത്രങ്ങളെ അനുഷ്ഠിക്കൂ. ഇരുസന്ധ്യകളിലും അഗ്നിഹോത്രം അനുഷ്ഠിക്കൂ. അതുപോലെ പ്രത്യേകം ഋതുക്കളിൽ ചെയ്യേണ്ടുന്നത് ആർത്തവങ്ങളായിരിക്കുന്ന അഗ്നിഹോത്രങ്ങളുണ്ട്. അതുപോലെ കടുത്ത വാവിനും വെളുത്ത വാവിനും ചെയ്യേണ്ടുന്ന വിശേഷ ക്രിയകളുണ്ട്, ദർശപൗർണമാസ ക്രിയകൾ. ചാതുർമാസ്യകാലത്ത് ചെയ്യേണ്ടതുണ്ട് ചാതുർമാസ്യങ്ങൾ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിൽപ്പെട്ട യജ്ഞവിശേഷങ്ങളെ വേദം വിധിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേദോക്തങ്ങളായ കർമ്മങ്ങളെ ചെയ്താലും ഇനി നമുക്ക് അനുവാദം ചെയ്ത് വേണമെങ്കിൽ പറയാം, കേവലം വേദത്താൽ പറയപ്പെട്ടത് മാത്രമല്ല വൈദിക ശാസ്ത്രങ്ങളാൽ പറയപ്പെട്ടതിനെ ചെയ്യൂ. അങ്ങനെ വരുമ്പോൾ ദിവസവും പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിക്കൂ, മറ്റ് യജ്ഞങ്ങളെ ചെയ്യൂ, പൂർത്തകർമ്മങ്ങളെ ചെയ്യൂ, പുണ്യകർമ്മങ്ങളെ ചെയ്യൂ. നമ്മളാൽ കഴിയുന്ന രീതിയിൽ സമൂഹത്തിന് ഉപകാരപ്രദങ്ങളായ കർമ്മങ്ങളെ ചെയ്യൂ. യജ്ഞഭാവനയിൽ ജീവിക്കൂ. യജ്ഞത്തിലാണ് ഈ ലോകം നിലകൊള്ളുന്നത്. ഈ ലോകം നിലകൊള്ളുന്നത് യജ്ഞത്തിലാണ്. യജ്ഞഭാവന അറിയാതെ നഷ്ടപ്പെടുമ്പോൾ ലോകത്തിൻ്റെ നാശത്തിനത് കാരണമാകുന്നു. സഹയജ്ഞാഹ പ്രജാഹ, പ്രപഞ്ചത്തിലെ എല്ലാ പ്രജകളും സഹയജ്ഞന്മാരാണ്. ആ തിരിച്ചറിവോടുകൂടി നമ്മൾ ജീവിക്കണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ ഈ പ്രപഞ്ചത്തിൻ്റെ താളക്രമത്തിന് ഭംഗം വരുത്തരുത്. അതിന് പൂരകമായി നമ്മൾ ജീവിക്കണം. അതാ യജ്ഞം എന്ന് പറഞ്ഞാൽ. അല്ലാതെ കേവലം ഹോമകുണ്ഡത്തിലേക്ക് മന്ത്രപൂർവ്വം ഹവിസർപ്പിക്കുന്നത് മാത്രമല്ല യജ്ഞം. അതും യജ്ഞമാണ്, പക്ഷെ അത് മാത്രമല്ല യജ്ഞം. ഈ ഒരു യജ്ഞഭാവനയിൽ നീ ജീവിക്കൂ. അപ്പോ തദുക്തമായ, വേദോക്തമായ, തദുദിതമായ, ഉദിതമുക്തം പറയപ്പെട്ടതായ കർമ്മത്തെ നല്ലതുപോലെ അനുഷ്ഠിച്ചാലും സ്വനുഷ്ഠീയത, വെറുതെ അങ്ങ് അനുഷ്ഠിക്കരുത്. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നല്ലപോലെ ചെയ്യണം. എന്താചരിക്കുന്നുണ്ടെങ്കിലും അത് സുഷ്ഠു നല്ല പോലെ ആചരിക്കണം. എന്തെങ്കിലും കാട്ടിക്കൂട്ടരുത്. ലൗകികമായാലും വൈദികമായാലും കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എന്തനുഷ്ഠിക്കണമോ അതൊക്കെ സ്വനുഷ്ഠാനമായിരിക്കണം. സുഷ്ഠു നല്ലപോലെ അനുഷ്ഠിക്കണം. വ്യക്തമാണല്ലോ. അതുകൊണ്ട് വേദത്തെ ദിവസവും പഠിക്കണം, വേദോക്തമായ കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. ഇത് നിർബന്ധമാണ്. ഇത്തരമൊരു ജീവിത ക്രമം നമ്മൾ പുലർത്തുക. യജ്ഞത്തിലൂന്നിയ ജീവിതക്രമം. ഇപ്പൊ കേവലം ശാസ്ത്ര പഠനം കൊണ്ടായില്ല. അവിടെ ആചാര്യന്മാരെന്ത് ഉദ്ബോധിപ്പിച്ചു അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. തദുദിതം കർമ്മ എന്നുള്ളതിന് കേവലം ഹോമം അഗ്നിഹോത്രം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം കേവലം ഹോമം അഗ്നിഹോത്രം മാത്രമല്ല വേദം പറഞ്ഞത്. മറിച്ച് നിത്യനൈമിത്തിക കർമ്മങ്ങൾ മുഴുവൻ പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വേദത്താൽ, വൈദിക ശാസ്ത്രത്താൽ, ഋഷിയാൽ ഉപദേശിക്കപ്പെട്ട നിത്യനൈമിത്തിക കർമ്മങ്ങളെ കുശലതയോടുകൂടി ചെയ്യണം. എല്ലാത്തിനെയും. ഒരു അഗ്നിഹോത്രം മാത്രം പോരാ, അഗ്നിഹോത്രം വേണം, അത് മാത്രം പോരാ. ഇപ്പൊ ലൗകികമായും വൈദികമായും നമ്മൾ നിർവഹിക്കേണ്ടുന്ന കർത്തവ്യങ്ങളെ മുഴുവൻ ശാസ്ത്രീയമായി നിർവഹിക്കൂ.
ശാസ്ത്രീയമായി നിർവഹിക്കുക. അവിടെയാണ് മുഖ്യത്വം. ഒരിക്കലും ഏത് മേഖലയിലുള്ള കർമ്മമായാലും ഏതെങ്കിലും ചെയ്യരുത്. ചെയ്യണത് ശാസ്ത്രീയമായി ചെയ്യാം, ചെയ്യണത് നന്നായി ചെയ്യാം. ഇത് നമ്മുടെ ഒരു ശീലമാവണം. സ്വനുഷ്ഠീയത. വലിയ വലിയ കാര്യങ്ങൾ പ്രസംഗിക്കാൻ നമുക്കൊക്കെ കഴിയും. നമ്മുടെ മഹത്വം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും എത്ര അടുക്കും ചിട്ടയിലും ചെയ്യുന്നു എന്നുള്ളിടത്താണ്, എത്ര ശാസ്ത്രാനുസൃതം ചെയ്യുന്നു എന്നുള്ളിടത്താണ്. അത് ശ്രദ്ധിക്കുക. ഇവിടെ പൂർവ മീമാംസകന്മാരൊക്കെ തന്നെ വേദമന്ത്രങ്ങളെല്ലാം ക്രിയാർത്ഥങ്ങളാണെന്നും പറയുന്നു. അതുകൊണ്ട് വേദമന്ത്രങ്ങൾ ക്രിയാപരങ്ങളാണ്. അവയാൽ പറയപ്പെട്ട ക്രിയകളെ ചെയ്യണം. ഇതാണ് പൂർവമീമാംസകന്മാരുടെ മുഖ്യോപദേശം. പൂർവമീമാംസകന്മാരെ സംബന്ധിച്ച് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല, ഈശ്വരനില്ല. പലരും വിചാരിച്ചത് ഈ വ്യത്യസ്ത ഹോമങ്ങളും ഒക്കെ പറയുമ്പോൾ അവിടെ ഈശ്വരൻ എന്നൊരു സങ്കല്പം, ഈശ്വരനില്ല, ദേവതകളേ ഉള്ളൂ. വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി വ്യത്യസ്ത ദേവതകളെ ഹവിരർപ്പണം ചെയ്ത് സന്തുഷ്ടരാക്കുക. അങ്ങനെ ദേവതകളെ ഹവിരർപ്പണം ചെയ്ത് സന്തുഷ്ടരാക്കുമ്പോൾ ആ ദേവതകൾ നമ്മെ അനുഗ്രഹിക്കും. പുണ്യം കൂടുതൽ കൂടുതൽ നമുക്ക് സമ്പന്നമാകും. അദൃഷ്ടം. അങ്ങനെ അദൃഷ്ട സഞ്ചയം കൊണ്ട് നമുക്ക് സ്വർഗം ലഭിക്കും. വളരെ സുഖമാണ് അവിടെ. അവിടെ സുഖമായി കഴിയാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അത് കൊണ്ടുപോയത് ഉപഭോഗിക്കാൻ മാത്രമേ പറ്റൂ, സമ്പാദിക്കാൻ വകുപ്പില്ല. കൊണ്ടുപോയത് ഉപഭോഗിക്കുന്നതിനനുസരിച്ച് തീരും. തീർന്നാൽ തലകുത്തനെ വീഴണം, അല്ലാണ്ടെന്താ. ഇമമ്പ ഹീനതരമ്പ വിശന്തി. ഇതിനെയോ ഇതിനേക്കാൾ കീഴ്പ്പെട്ടുള്ളതിനെയോ പ്രാപിക്കണം. ഈ ഉപഭോഗം ചെയ്യുമ്പോൾ കുറച്ച് അധികം ഉപയോഗിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ഓവർ ഡ്രാഫ്റ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ താഴോട്ടായി പോകും. അല്ല, ഏകദേശം വരവ് ചിലവൊക്കെ ആലോചിച്ച് വളരെ സന്തുലിതമായിട്ടാണ് അവിടെ ഉപഭോഗിച്ചു വെച്ചാൽ വീണ്ടും മനുഷ്യനാവാം. പക്ഷെ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് വേദോക്തങ്ങളായ മന്ത്രങ്ങളിലൂടെ അല്ലെങ്കിൽ മന്ത്രങ്ങളെ കൊണ്ട് അഗ്നിയിൽ ഹവിസർപ്പിച്ച് ദേവതകളെ സന്തോഷിപ്പിച്ച് അദൃഷ്ടം നേടി പരമാവധി ലഭിക്കാവുന്ന സ്വർഗം അതല്പം തന്നെയാണ്. അതുകൊണ്ട് നിനക്കതിൽ കവിഞ്ഞൊരു ലക്ഷ്യം ഉണ്ടാവണം. ഇവിടെയാണ് പൂർവമീമാംസകനും വേദാന്തിയും വിയോജിക്കുന്ന സന്ദർഭം. വൈദികങ്ങളായ കർമ്മങ്ങളെ ചെയ്യണം എന്നുള്ളതിൽ വേദാന്തിക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പൂർവമീമാംസകൻ ഈശ്വരനില്ല. പലരും മനസ്സിലാക്കിയിട്ടുള്ളത് വേദമാണ്, വേദത്തിൻ്റെ വിചാരമാണ് പൂർവമീമാംസകൻ. അവിടെയും ഈശ്വരനുണ്ടെന്നാണ്. ഈശ്വരനില്ല, ദേവതകളേ ഉള്ളൂ. പല ദേവതകളാണ്, വ്യത്യസ്ത ദേവതകൾ. ഈ വ്യത്യസ്ത ദേവതകളെയാണ് യജിക്കുന്നത്. ഇവിടെ വേദാന്തിക്ക് പറയാനുള്ളത്, നീ വ്യത്യസ്ത ദേവതകളെ പൂജിച്ച് അവർക്കായി യജനം ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് അദൃഷ്ടം നേടി സ്വർഗത്ത് പോയിക്കൊണ്ടിരുന്നാൽ പോരാ. അത് ഗതാഗതമാണ്. പ്ലവാഹ്യതേ അദൃഢായജ്ഞരൂപാഹ. യജ്ഞങ്ങളെന്ന് പേരുള്ള പ്ലവങ്ങളുണ്ടല്ലോ. പ്ലവം എന്ന് പറഞ്ഞാൽ ചങ്ങാടം, പൊങ്ങുതടി എന്നൊക്കെ അർത്ഥം പറയാം. വെള്ളത്തിൽ പൊങ്ങി കിടക്കണത്. ഇത് അദൃഢങ്ങളാണ്. സംസാര സമുദ്രത്തിൻ്റെ മറുകര കടക്കാൻ ഇതുകൊണ്ട് സാധിക്കില്ല. അജ്ഞാനത്തിൻ്റെ മറുകരയ്ക്ക് കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ഉപനിഷത്ത് പറയുന്നത് പ്ലവാഹ്യതേ അദൃഢാ യജ്ഞരൂപാഹ. യജ്ഞരൂപങ്ങളായ പ്ലവങ്ങൾ
അദൃഢങ്ങളാണ്, ശക്തിരഹിതങ്ങളാണ്. പോരാ അവയ്ക്ക് ശക്തി. മതി, സ്വർഗത്തിലേക്ക് എത്താൻ ധാരാളമാണ്. പക്ഷേ സംസാര സമുദ്ര തരണത്തിന് ഇത് പോരാ. മാത്രവുമല്ല, പൂർവമീമാംസകൻ പറയുന്ന ദേവതാവിശേഷങ്ങളുണ്ടല്ലോ, അഗ്നിയായാലും ഇന്ദ്രനായാലും വരുണനായാലും വായുവായാലും മിത്രനായാലും ത്വഷ്ടാവായാലും വിഷ്ണുവായാലും രുദ്രനായാലും, അങ്ങനെ അനേക ദേവതകൾ, വൈദിക ദേവതകളുണ്ട്, എത്രയോ ദേവതകൾ. ഈ ദേവതകൾ ഒക്കെ പലതാണെന്ന് കരുതി നീ കഴിയരുത്. ഈ ദേവതകളാലെല്ലാം ലക്ഷീകരിക്കപ്പെടുന്നത് വാസ്തവത്തിൽ ഏകവും അദ്വിതീയവുമായ ഈശ്വരനാണ്. അതുകൊണ്ട് ഈശ്വരോപാസന എന്നൊരു തലം നിന്റെ യജ്ഞത്തിൽ വന്നാൽ മാത്രമേ അത് കേവലം കാമ്യം സ്വർഗ്യം എന്നുള്ളതിൽ നിന്ന് ഉപരിയെത്തൂ. അതുകൊണ്ട് ദേവതകളെ പൂജിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ദേവതകളിലൂടെ ഈശ്വരൻ ലക്ഷ്യമാക്കപ്പെടണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയാണ് പൂർവമീമാംസകരിൽ നിന്ന് വലിയൊരു വ്യത്യാസം വേദാന്തി കൊണ്ടുവരുന്നത്. ഇന്നിപ്പോ പലപ്പോഴും പൂർവമീമാംസാ മാർഗത്തെ അവലംബിക്കുന്നവർ തന്നെ ഈശ്വരൻ എന്ന് ചേർത്ത് പറയും. അത് വേദാന്തിയുടെ വിജയമാണ്. ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ വേദാന്തി ചെയ്തത് ഒന്നിനെ നിഷേധിക്കുകയല്ല, ഉയർത്തുകയാണ്. ദേവതയെ സന്തോഷിപ്പിക്കാൻ മാത്രമുള്ള കർമ്മം എന്ന നിലയ്ക്ക് നിന്നും വൈദിക കർമ്മത്തെ ഈശ്വരോപാസനയായിട്ട് ഉയർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്, നിഷേധിക്കുകയല്ല. നീ ദേവതയെ പൂജിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് നിഷേധിക്കുകയല്ല. അവൻ പരിമിതമായ ലക്ഷ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ദേവതാ യജനത്തെ ഈശ്വരോപാസനയാക്കി ഉയർത്താൻ വേദാന്തിക്ക് സാധിക്കുന്നു. ജുഹോഷി തത് കുരുഷ മതർപ്പണം. നീ എന്ത് ഹോമിക്കുന്നുവോ അത് എന്നിൽ അർപ്പിച്ചു ചെയ്യുമോ എന്ന് ഗീതാകാരൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. അതാണ് വേദാന്തത്തിന്റെ വീക്ഷണം. അവിടെ കേവലം ദേവതകളെ സന്തോഷിപ്പിച്ച് സ്വർഗം തുടങ്ങിയവയെ കാമിക്കുക എന്നുള്ളതിലുപരി താൻ ചെയ്യുന്ന ഓരോ ഹവിരർപ്പണവും അഥവാ ഓരോ കർമ്മവും ഈശ്വര പൂജയായി മാറുന്നു. അതുകൊണ്ട് ഇവിടെ ഉപദേശിക്കുന്നു, തേനേശസ്യ വിധീയതാമപചിതി, തേന ഈശസ്യ അപചിതി വിധീയതാം. ഇത് പൂർവമീമാംസകൻ ഇല്ലാത്ത ഒരു വിഷയമാണ്. പൂർവമീമാംസകൻ മന്ത്രങ്ങളെ കൊണ്ട് ദേവതകളെ യജിക്കുന്നു, അതിലൂടെ സ്വർഗം കാമിക്കുന്നു. അവിടെ കഴിഞ്ഞു, ദേവതയിൽ കഴിഞ്ഞു, അതിൽ അപ്പുറമൊന്നുമില്ല. എന്നാൽ ആ ദേവതാ യജനത്തിൽ ഈശ്വരോപാസനാ ദൃഷ്ടി കൊണ്ടുവരാൻ ഇവിടെ ഉപദേശിച്ചു. തേന, അതിനെ കൊണ്ട്. ഏതിനെ കൊണ്ട്? ഇപ്പൊ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞ? സോപാന പടിയ. ഒന്നാമത്തത് വേദോ നിത്യമധീയതാം. ഒന്നാമത്തെ പടി കയറിയേ, എന്നാലേ രണ്ടിലേക്ക് പറ്റുള്ളൂ, അല്ലാണ്ട് രണ്ടിലേക്ക് പറ്റില്ല. അപ്പൊ രണ്ട് പറഞ്ഞു, തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം. രണ്ടാമത്തെ പടിയായി. വേദത്തിൽ പറഞ്ഞ കർമ്മത്തെ നല്ലതുപോലെ ചെയ്യൂ, ശാസ്ത്രീയമായ ജീവിതക്രമം പാലിക്കൂ, വൈദിക കർമ്മങ്ങളെ ചെയ്യൂ, ലൗകിക കർമ്മങ്ങളായാലും ശാസ്ത്രോക്തമായ രീതിയിൽ ചെയ്യൂ. തേന, അതിനെ കൊണ്ട്, ഈ കർമ്മത്തെ കൊണ്ട്, നിത്യാചരണ പദ്ധതിയെ കൊണ്ട് ഈശസ്യ അപചിതി വിധീയത. ഈശ്വരന്റെ അപചിതി. അപചിതി ചി ചയനെ ധാതു അപപൂർവകമാകുമ്പോൾ ഈശ്വരാരാധന എന്നുള്ള അർത്ഥമാണ് രൂഢമായി വന്നിട്ടുള്ളത്. ധാത്വർത്ഥമല്ല, അങ്ങനെയാണ് പ്രയോഗം വന്നിട്ടുള്ളത്. പൂജ, പൂജ എന്നർത്ഥം വരും.
ഇപ്പൊ തേന ഈശസ്യ അപചിതി വിധീയതാം. തേന വൈദിക കർമ്മണ, വേദോക്തേന കർമ്മണ ഈശസ്യ ഈശ്വരസ്യ അപചിതി പൂജ വിധീയതാം. വൈദിക കർമ്മങ്ങളെ കൊണ്ട് ഈശ്വരൻ്റെ പൂജയെ ചെയ്താലും ആരാധനയെ ചെയ്താലും ഇവിടെയാണ് നമ്മുടെ ഒരു സമന്വയ ദൃഷ്ടി വേണ്ടത്. അതൊന്നും അർത്ഥമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് അവനെ എതിർക്കുന്നതിന് പകരം അവൻ ചെയ്യുന്ന ദേവതായജന കർമ്മങ്ങളെ ഈശ്വരോപാസനയാക്കി ഉയർത്താൻ ശ്രമിക്കുക. നിഷേധിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും കിട്ടാൻ പോണില്ല. പൂർവമീമാംസകൻ യാഗം ചെയ്യുമ്പോൾ ആ യാഗത്തെ എതിർത്തത് കൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോണില്ല. എന്തിനെതിർക്കുന്നത് വളരെ ഉള്ളൂ. മറിച്ച് നീ ചെയ്യുന്ന ഈ യജനം ഈശ്വര പൂജയാക്കി തീർക്കൂ എന്ന് കാണിച്ചു കൊടുക്കുക. അതാ വേണ്ടത്. തീർത്തും സകാമമായ കാമ്യം മാത്രമായിരിക്കുന്ന തലത്തിൽ നിന്നും അതിനൊരു പടി പിടിച്ചുയർത്തുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഈശ്വര ദൃഷ്ടിയിലൂടെയാണ് ഭഗവാൻ ഭാഷ്യകാരൻ സനാതനധർമ്മ സംസ്ഥാപനം ചെയ്തത്. ഇതിനെ എതിർത്തു, നിഷേധിച്ചു ബുദ്ധൻ. അതുകൊണ്ട് ബുദ്ധൻ പരാജയപ്പെട്ടു. വൈദിക കർമ്മങ്ങളെ നിഷേധിച്ചത് കൊണ്ട് ബുദ്ധൻ പരാജയപ്പെട്ടു. ഭാഷ്യകാരൻ വൈദിക കർമ്മങ്ങളെ നിഷേധിക്കുകയല്ല ചെയ്തത്. അതേ സമയത്ത് പൂർവമീമാംസകൻ പറയുന്നത് പോലെ ഇത് ദേവതായജനത്തിനുള്ളതാണ്, സ്വർഗപ്രാപ്തിക്കുള്ളതാണെന്ന് ഇവിടെ പറഞ്ഞില്ല. അതിനു പകരം അതിനെ ഉയർത്തി. തേനേശസ്യ അപചിതി വിധീയതാം. ഈ ദൃഷ്ടിയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. വളരെ താത്കാലികമായ ഹ്രസ്വമായ ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ അതിനെ നിഷേധിക്കാൻ പോകരുത്. അത് ശരിയല്ല കേട്ടോ, അത് ശരിയല്ല എന്ന് പറയാം. എനിക്കെന്താ അധികാരമുള്ളേ? ഞാനെല്ലാ ശരിയും അറിയുന്ന ആളോ? ഞാൻ പറയുന്നത് മാത്രം ശരിയോ? മറിച്ച് അതിനെ ഉയർത്തൂ. ജോഷയേത് സർവകർമാണി ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗീനാം. അജ്ഞന്മാരും കർമ്മസംഖികളുമായവരുടെ ബുദ്ധിക്ക് ഭ്രമം ഉണ്ടാക്കരുത് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അജ്ഞനായ ഒരാള് കേവലം സകാമിയായിരിക്കും. അതിനയാൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനെപ്പോഴും കാമം മാത്രമേ ഉണ്ടാവുള്ളൂ. കാമം എന്ന് പറയുമ്പോൾ ഈ ഐഹികവും പാരത്രികവുമായ കാമങ്ങളുണ്ട്. ഈ ലോകസംബന്ധിയും പരലോക സംബന്ധിയും. ഈ ലോകത്തിലെല്ലാ സുഖം വേണം എന്നുള്ളത് ഒതുങ്ങുന്നില്ല അവൻ്റെ കാമം. അവൻ്റെ കാമം മരിച്ചു കഴിയുമ്പോഴത്തേക്ക് സ്വർഗത്തിലൊരു സീറ്റ് ഉറപ്പിക്കണം എന്നുള്ളത് ഉണ്ടാവും. അതിനവൻ അറിയുന്ന പരിപാടിയാണെന്ത്? യാഗവിശേഷം. സ്വർഗകാമോ യജേത. സ്വർഗം ആഗ്രഹിക്കുന്നവൻ യാഗം ചെയ്തോളൂ. അപ്പൊ സ്വർഗത്തെ ആഗ്രഹിച്ച് യാഗം ചെയ്തു. അതിനെ നിഷേധിച്ചത് കൊണ്ട് പ്രയോജനമില്ല. അതിനെ ഉയർത്തുന്നു. നീ കേവലം സ്വർഗകാമത്വത്തിൽ ഇരുന്നാ പോരാ. ഈശ്വരോപാസന ചെയ്ത് ഉയരൂ. ചിത്തശുദ്ധിയെ സമാർജിക്കൂ. ഇവിടെയാണ് വാസ്തവത്തിൽ ബൗദ്ധന്റെ നിഷേധവും ശങ്കരാചാര്യസ്വാമികളുടെ ഈ ഉയർത്തലും. മറ്റത് ബുദ്ധിഭേദമായി. അത് ചെയ്യരുതെന്ന് ഗീതാകാരൻ പറഞ്ഞ ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഖ്യനാം. കർമ്മസംഖ്യകൾ, ഈ കർമ്മസംഖ്യകൾ എന്ന് പറഞ്ഞാൽ അവർ എല്ലാത്തിനെയും കർമ്മത്തിൽ ഘടിപ്പിക്കുന്നവരാ. അവർ ചിലപ്പോൾ ഈ കർമ്മസംഖ്യകളെ കുറിച്ച് പറയുന്ന ഭാഗം പോലും ആ ശ്ലോകം പോലും മന്ത്രമാക്കി എടുത്തിട്ട് വല്ല ഹോമം ചെയ്യുമെന്നറിയില്ല. അങ്ങനെ ഉണ്ട്. ഇപ്പോൾ കാലം അങ്ങനെ പോണതിനനുസരിച്ച് പുതിയ പുതിയ പലതും ഉണ്ട്. ഗീതാ മന്ത്രങ്ങൾ വെച്ചിട്ടുള്ള ഹോമം വരെ ഉണ്ടെന്നാണ് കേട്ടത്. ഗീതാഹവനം. അതെ, കഴിഞ്ഞ ദിവസം നമുക്ക് തന്നെ ഒരു വിവരം വന്നിട്ടുണ്ട്. ഗീതാഹവനത്തിൽ എല്ലാവരും എത്തിപ്പെടണം. സ്വാമിയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. എന്താണത്? ഗീതാ പുസ്തകത്തെ ഹോമിക്കുകയാണോ? എന്താണത് ഗീതാഹവനം എന്ന് പറഞ്ഞാൽ? അറിയില്ലേ? എത്ര ആലോചനയും പിടികിട്ടിയിട്ടില്ല. എന്തായാലും പോണ്ട്. എത്ര ആലോചന പിടികിട്ട് എന്താ ഗീതാഹവനം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഭഗവത്ഗീതാ പുസ്തകത്തെ ഹോമിക്കുകയാണോ? അപ്പോൾ അതിൽ ചെയ്യുക. എന്താണ് ചെയ്യുക?
അതല്ല സ്വാമി, ഗീതയിലെ മന്ത്രങ്ങളെ ഉപയോഗിച്ച് ഹോമം ചെയ്യും. ഗീതയിലെ മന്ത്രം ഹോമാർത്ഥമുള്ളതല്ല. ഹോമാർത്ഥം വേറെ മന്ത്രങ്ങളുണ്ടല്ലോ, അത് ഉപയോഗിച്ചാൽ പോരെ. എത്ര മന്ത്രങ്ങളുണ്ട് വേദത്തിൽ? മന്ത്രം കുറവാ, എത്ര ആയിരം മന്ത്രങ്ങൾ. അതും ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലൂടെ ഇന്ന പോലെ ഉപയോഗിക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിരിക്കെ ഇത്തരം ജ്ഞാനശാസ്ത്രങ്ങളെ നമ്മൾ ഹോമാർത്ഥം വിനിയോഗിച്ചാൽ അത് പാതകമല്ലേ? ചിന്തിക്കുക. പക്ഷേ അങ്ങനെ വിനിയോഗങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ചില ഗീതാ പുസ്തകങ്ങൾ എടുത്തു നോക്കുമ്പോൾ ചിരി വരും. കാരണം അതിനും ഉണ്ടാവും ന്യാസങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതായത് അനുഷ്ഠാനക്രമത്തിൽ എന്തൊക്കെ ഉണ്ടോ, മന്ത്രാനുഷ്ഠാനത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്നെ ചേർത്ത് വെച്ചിട്ട് സങ്കല്പം, അത് കഴിഞ്ഞിട്ട് കരന്യാസങ്ങൾ, ഹൃദയാദിന്യാസം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പല പുസ്തകങ്ങളിൽ ഗീതയുടെ. അത് കഴിഞ്ഞ് രാജമനം, അത് കഴിഞ്ഞിട്ട് ധ്യാനം, അത് കഴിഞ്ഞിട്ട് ഗീതാപാഠം. വളരെ സന്തോഷം. പക്ഷെ കഷ്ടമെന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. അതിനൊക്കെ വേറെ ഇഷ്ടം പോലെ മന്ത്രങ്ങളുണ്ട്. നമുക്ക് മന്ത്രശാസ്ത്രം പോലെ സമൃദ്ധമായൊരു ശാസ്ത്രശാഖ വേറെയില്ല. അത്രയ്ക്കധികം ആഗമമെന്നോ നിഗമമെന്നോ പേരിട്ട് വിളിക്കപ്പെടുന്ന തന്ത്രം എന്ന ശാസ്ത്രം നമുക്ക് വിപുലമായിട്ടുണ്ട്. അതുമല്ലെങ്കിൽ വേദത്തിൽ നിരവധി മന്ത്രങ്ങളുണ്ട്. അവയുടെ പ്രയോഗവിധികൾ ബ്രാഹ്മണത്തിലുണ്ട്, പോരെങ്കിൽ കൽപ്പത്തിലുണ്ട്. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് കേവലം ജ്ഞാനശാസ്ത്രമായ ഗീതയെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുക എന്ന് പറയുമ്പോൾ സങ്കടം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. സങ്കടത്തിൽ നിന്ന് വരുന്ന ചിരിയാ, വേറൊന്നുമല്ല. പക്ഷെ അങ്ങനെയൊക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് വെറുതെ പറയാന്ന് വിചാരിക്കരുത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അത് കണ്ടാലും നമ്മൾ അവൻ്റെ ബുദ്ധിഭേദം ഉണ്ടാക്കണില്ല. കാരണം അവൻ പാവം, അവന് ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തിട്ടല്ലേ ചെയ്യണത്. അതുകൊണ്ട് അവന് ബുദ്ധിഭേദം ഉണ്ടാക്കാതെ അതിനെ ഉയർത്താൻ ശ്രമിക്കുക. ജോഷയേത് പ്രേരയേത് സർവകർമാണി, അവനെ കർമ്മങ്ങളിലൂടെ പ്രേരിപ്പിക്കുക, സത്കർമ്മങ്ങളിലൂടെ പ്രേരിപ്പിക്കുക. എന്നിട്ട് ഈ കർമാചരണത്തിലൂടെ ഈശ്വര പൂജയാക്കി തീർക്കാൻ അവനെ ഉയർത്തുക. തേനേശസ്യ വിധീയതാമപചിതി. വ്യക്തമാണല്ലോ, വ്യക്തമല്ലേ? ക്രമമായിട്ടാണ് ഈ ഉപദേശങ്ങൾ. അപ്പൊ അവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. എന്താ പ്രശ്നം? ആദ്യം പറഞ്ഞു വേദം പഠിക്കാൻ, രണ്ടാമത് പറഞ്ഞു വേദോക്തമായ കർമ്മം ചെയ്യാൻ. വേദോക്തമായ കർമ്മങ്ങളിൽ എപ്പോഴും നമുക്ക് സകാമഭാവന കുടുങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ യാഗം ചെയ്യുന്നു. എന്തിനാ യാഗം ചെയ്യുന്നേ? എന്തിനാ യാഗം ചെയ്യുന്നേ? സ്വർഗം കിട്ടാനാ. വേറെന്തിനാ? സ്വർഗം കിട്ടാനാണ്, വേറൊന്നിനല്ല യാഗം ചെയ്യണത്. പിന്നെ അവാന്തര പ്രയോജനങ്ങൾ യാഗത്തിനുണ്ട്, അത് മറ്റു പലതുമുണ്ട്. മുഖ്യ പ്രയോജനം സ്വർഗപ്രാപ്തിയാണ്. സ്വർഗകാമോ യജേത, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ യാഗം ചെയ്യൂ എന്ന് തന്നെയാണ് വിധി. വേണ്ടെന്നൊന്നും പറയുന്നില്ല, നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലത് തന്നെ. സ്വർഗത്തിലും ആൾക്കാർ പോണ്ടേ? അവിടെ പോയില്ല ഒഴിഞ്ഞു കിടക്കൂല. അവിടെ ഉള്ളവർക്ക് പണി ഉണ്ടാവുക? എല്ലാവർക്കും തൊഴിൽ കൊടുക്കല്ലേ നമ്മുടെ ആവശ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും വേണ്ടതാണ്. പക്ഷെ പലരും വേണ്ട ശ്രദ്ധയിലാണോ ചെയ്യണതെന്ന് സംശയമുണ്ട്. കാരണം വൈദികങ്ങളായ കർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ വിശ്വാസം വേണം, ശ്രദ്ധ വേണം. ഒരിക്കലും നമ്മൾ സ്ഥലത്ത് പോയപ്പോൾ ഒരു യാഗത്തിൽ പോയപ്പോൾ അവിടെ നമുക്ക് വളരെ പരിചയമുള്ള ഒരാൾ, വളരെ പ്രേമമുള്ള ഒരാളാണ്. അയാളുടെ മന്ത്രം ചൊല്ലി കൊടുക്കണുണ്ട്. 108 പ്രാവശ്യം ചൊല്ലിയുണ്ട്. ഓരോരോ മന്ത്രത്തിൻ്റെ അവസാനം പുത്രോമേ ജായതാം എന്നാണ്. ഓരോ പ്രാവശ്യം അവസാനം ചൊല്ലണം. അങ്ങനെ 108 പ്രാവശ്യം അയാൾ ചൊല്ലിയിട്ട് ഹോമിക്കുന്നുണ്ട്. അയാൾ ഹോമിക്കല്ല, അയാൾ ചൊല്ലിക്കൊടുക്കും. അപ്പോൾ കുറേ പേര് ഹോമിക്കും. ഇതാണ് മന്ത്രം. അവസാനത്തെ വരി, മറ്റു പല വാക്യങ്ങളുണ്ട്, മൂന്ന് വരികളിൽ. അവസാനത്തെ വരിയിലൊക്കെ ഇതാണ്, പുത്രോമേ ജായതാം. അപ്പോൾ അത് അയാളത് കഴിഞ്ഞു വന്നു. സ്വാമിജി വന്നപ്പോൾ ഞാൻ കർമ്മത്തിലായതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്, സന്തോഷം. എന്നാ നമുക്കൊരു കട്ടൻ ചായയൊക്കെ തരിക? എന്ത് മനസ്സിലായില്ല. അല്ല, എന്നാ എനിക്കൊരു കട്ടൻ ചായയൊക്കെ തരിക എന്നാ ചോദിച്ചേ. സ്വാമി മനസ്സിലായില്ലല്ലോ. അല്ല, പുത്രോമേ ജായതാം എന്നല്ലേ പറഞ്ഞത്?
അപ്പോൾ എന്തായാലും ഇപ്പം അതിന് കല്യാണമൊക്കെ കഴിക്കുമല്ലോ. ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല, ബ്രഹ്മചാരിയാണ്. മാത്രമല്ല ഇയാൾ എല്ലാവരോടും പറഞ്ഞു നടക്കണത് ഞാൻ കല്യാണം കഴിക്കണില്ല എന്നുമാണ്. അങ്ങനെയാണ് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആണെന്ന് എനിക്ക് മകനുണ്ടാവണം എന്ന് 108 പ്രാവശ്യം പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പം മകനുണ്ടാവും, അത് ഉണ്ടാവണമെങ്കിൽ കല്യാണം കഴിക്കണമല്ലോ നേരാൻ വഴിക്കാവുമ്പോൾ. അപ്പം അങ്ങനെയാകുമ്പോൾ ഞങ്ങളെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് ചായയൊക്കെ തരണ്ടേ? ആ നിലയ്ക്കാണ് ചോദിച്ചത്, എന്നാ ഒരു കട്ടൻ ചായ തരിക. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല സ്വാമി. എന്നാ പിന്നെ ചൊല്ലാവോ? അതൊന്നും സാരമില്ലാന്നേ, അത് പറ്റില്ല. അവിടെ നമ്മൾ തെറ്റും. താൻ ചെയ്യുന്ന മന്ത്രങ്ങളിൽ തനിക്ക് ഉറച്ച ശ്രദ്ധ വേണം, സത്യത്വ ബുദ്ധി വേണം. അല്ലാതെ വെറുതെ സ്വാഹാ എന്ന് ചൊല്ലിയിട്ട് കാര്യമൊന്നുമില്ല. താൻ ചെയ്യുന്നതിൽ സത്യത്വം, ഇതുകൊണ്ട് ഇന്നത് സംഭവിക്കുന്നു തന്നെ ദൃഢശ്രദ്ധ വേണം. അതില്ലാണ്ട് വെറുതെ ചെയ്തിട്ട് എന്താ കാര്യമുള്ള? നമ്മൾ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നുണ്ട്. ആ പൂജ ചെയ്യുമ്പോൾ പരിപൂർണമായ ശ്രദ്ധയില്ലെങ്കിൽ അതെങ്ങനെ പൂജയാവും? അല്ലെങ്കിൽ ഓരോരുത്തരോരോ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, എനിക്കിത് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പലരും ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് കിട്ടിയിരിക്കും എന്നുള്ള ഉറപ്പ് വേണ്ടേ? എന്താ അഭിപ്രായം? ഇല്ല, ചിന്തിക്കുക. ഇവിടെ കൊള്ളങ്ങോട്ട് അമ്പലത്തിൽ ഇന്ന വഴിപാട് ചെയ്താൽ എനിക്ക് ഇന്നത് കിട്ടും എന്ന് ഉറപ്പ് വേണം. കിട്ടുമോ കിട്ടൂലേ? കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വേറൊരു സ്ഥലത്തും കൂടി ചെയ്യാന്നേ, അതിൻ്റെ ഫലമായിട്ട് അതും കൂടി കിട്ടിയാലോ. രണ്ടും കിട്ടാൻ പോണില്ല, കാരണം ഉറപ്പില്ല. ഉറപ്പുള്ള ആൾക്ക് നിശ്ചയമാണ് ഇവിടെ ചെയ്താൽ കിട്ടും, സംശയമില്ല. എറണാകുളത്ത് ചൊവ്വാഴ്ച പള്ളിയുണ്ട്, കലൂർ. സാധാരണ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയാണ് പള്ളിക്ക് വിശേഷം. കാരണം 6 ദിവസം ദൈവം ലോകം സൃഷ്ടിച്ചിട്ട് പണിയെല്ലാം കഴിഞ്ഞ് സൃഷ്ടി പൂർത്തിയാക്കി 7-ാം ദിവസം വിശ്രമിച്ചു. ദി ഡേ ഓഫ് സബ്ബാത്ത്, അതാണ് ഹോളിഡേ. അതുകൊണ്ടാണ് സൺഡേ ഹോളിഡേ ആയത്. അപ്പോൾ അവിടെ ചോദ്യം വരുന്നുണ്ട്, ഈ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ഉണ്ടോ? അത് വേറെ വിഷയം. സ്വാമി യുക്തിപൂർവ്വം ഒന്നും ചോദിക്കാൻ പാടില്ല, ഇവിടെ കിതാബ് പറഞ്ഞത് സ്വീകരിച്ചോളാം. അതിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമിക്കണം. നമുക്കതില്ല കേട്ടോ, നമുക്ക് എന്നും പണിയെടുത്തോളണം. എന്നാൽ രോഗം വല്ലതും വരുന്നത്, ക്ഷീണം വരുന്നത്, അപ്പോൾ വിശ്രമിച്ചോളൂ. അല്ലാണ്ട് ഡെയിലി പണിയെടുത്തോളൂ. അതാണ് നമ്മുടെ സങ്കല്പം. നമുക്ക് ഹോളിഡേ ഇല്ല, എല്ലാ ദിവസവും ഹോളിഡേ ആണ്. പ്രത്യേകിച്ച് ഒരു ഹോളിഡേ ഇല്ല, എന്നും ഹോളിഡേ ആണ് നമുക്ക്. ഇരിക്കട്ടെ. അപ്പം അവിടെ ചൊവ്വാഴ്ചയാക്കി മാറ്റിയിട്ടുണ്ട്, ഞായറാഴ്ച എന്നുള്ളത് മാറ്റിയിട്ട് കലൂരാണത്. എന്താ തിരക്കുന്ന, ആയിരക്കണക്കിന് പേരാ ചൊവ്വാഴ്ച ഒത്തുകൂടുന്നത്. ഒക്കെ സകാമമായ പ്രാർത്ഥനയാണ്. സ്വാമി, ഞാൻ എത്ര അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു എന്നറിയോ? എന്നിട്ടൊന്നും കാര്യം കിട്ടിയില്ല. പക്ഷെ ഈ ചൊവ്വാഴ്ച പള്ളിയിൽ പോയപ്പോൾ കാര്യം കിട്ടി. റൈറ്റ്. ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഏജന്റുമാർ എത്ര പേരാണെന്നറിയോ? ഇഷ്ടം പോലെ പേരാ. പ്രത്യേകിച്ച് അവിടെ താല്പര്യമുള്ളവർ പോയിക്കോളൂ. പ്രത്യേകിച്ച് അവിടെ 21 പ്രാവശ്യം, ശ്രദ്ധിക്കണേ, പ്രാവശ്യം 21 പ്രാവശ്യം ചൊവ്വാഴ്ച പള്ളിയിൽ പ്രാർത്ഥിച്ചാൽ കല്യാണം നടക്കും. അപ്പം നമ്മൾ എറണാകുളത്ത് വെച്ചിട്ട് പ്രസംഗിച്ച് തീർച്ചയായിട്ടും നടക്കും. കാരണം 21 പ്രാവശ്യം ചെക്കനും പെണ്ണും ഇങ്ങനെ കാണുക. നീ എന്താ പ്രാർത്ഥിക്കണത്? കല്യാണം നടക്കണം. ഞാനും അതിന് എന്താ പിന്നെ നമുക്ക് അങ്ങോട്ട് ആയിക്കൂടെ? എന്തപ്പോൾ ഇത്ര താമസം? അവിടെ നമ്മൾ പറഞ്ഞവിടെ നിങ്ങൾ 3 പ്രാവശ്യം 21 പ്രാവശ്യം ഒന്നും വേണ്ട, തിരുവനന്തപുരം പോയിട്ട് ഉമാമഹേശ്വര പൂജ ചെയ്യൂ, കല്യാണം നടന്നിരിക്കും. ചിദാനന്ദപുരി സ്വാമിയാണ് പറയണത്. സ്വാമി എന്താ പത്രം ഉറപ്പ്? അവൻ 21 പറയാച്ചാൽ നമുക്ക് 3 പറഞ്ഞൂടെ? അവന് വല്ല ഉറപ്പുണ്ട്? ഒരുറപ്പില്ലാണ്ട് അവൻ ഉറപ്പ് കൊടുക്കുകയാണ്. കാരണം ഉറപ്പ് കൊടുത്ത ദൃഢശ്രദ്ധ സമൂഹത്തിനുണ്ടാവും. ഈ ദൃഢശ്രദ്ധ നമ്മളിൽ പ്രവർത്തിക്കും. നമ്മളിൽ ഉണ്ടാവുന്ന ദൃഢശ്രദ്ധ കൊണ്ട് കാര്യം കിട്ടാതിരിക്കില്ല. അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടക്കും, മനസ്സിന്റെ പ്രവർത്തനങ്ങൾ നടക്കും, ദൃഢമായ ശ്രദ്ധ ഉണ്ടെങ്കിൽ. അത്ര ഉണ്ടോ നമുക്ക്? നമ്മളുടെ കൊള്ളങ്ങോട്ട് ഒരുപാട് ചെയ്യുകയും ചെയ്യും. ഒപ്പത്തിനൊപ്പം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ശ്രദ്ധ ഉള്ളവന് മാത്രമേ ഫലം കിട്ടൂ. അവിടെ ഉറച്ച ശ്രദ്ധ വേണം. ഇതുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഇന്നലെയാണ് ഒരു പ്രഭാഷണ സമയത്ത് ഒരാൾ ചോദിച്ചു, സ്വാമി എൻ്റെ അനുഭവമാണ്, പല അമ്പലത്തിലും പോയി പ്രാർത്ഥിച്ചു, പക്ഷെ കാര്യം കിട്ടിയില്ല. പക്ഷെ പോട്ട ധ്യാനത്തിന് പോയപ്പോൾ എനിക്ക് ഫലം കിട്ടി. അതെന്തുകൊണ്ടാണ്?
നിനക്ക് അമ്പലത്തിൽ പോയപ്പോൾ ഒന്നും യാതൊരു ശ്രദ്ധയുണ്ടായിരുന്നില്ല, ഉറപ്പുണ്ടായിരുന്നില്ല, നീ പലതും ചെയ്ത കൂട്ടത്തിലൊന്ന്. മറ്റതല്ല, മറ്റത് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് അനേകം ഏജന്റുമാരുടെ പലതും കേട്ട് കേട്ട് ഉറച്ചൊരു ശ്രദ്ധയോടു കൂടിയാണ് പോണത്. 2, അവിടെ വർദ്ധിച്ച ശബ്ദങ്ങളുടെ ഒരു മേഖല ഉണ്ടാക്കിയിട്ട് ഈ അക്കൗസ്റ്റിക് ഇഫക്റ്റ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ കേൾക്കാനുള്ള ശബ്ദത്തിലാണ് ഇവിടെ സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുള്ളത്. നേരെ മറിച്ച് പ്രകമ്പനം കൊള്ളിക്കുന്ന ശബ്ദങ്ങൾ, നമ്മുടെ വ്യക്തിയെ കീഴടക്കുന്ന തരം ശബ്ദഘോഷങ്ങൾ, അത്ര വലിയ ഈ ആംപ്ലിഫയിങ് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് ഇന്ന് പല സ്ഥലത്തും പോയി പ്രഭാഷണം ചെയ്യാൻ തന്നെ പേടിയാണ്. കാരണം ആവശ്യമുള്ളതിൻ്റെ 100 ഇരട്ടിയാ ശബ്ദം വെക്കും. ഇവിടെ വളരെ നന്നായിട്ടുണ്ട്. മറ്റത് 5ഉം 10ഉം പെട്ടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നെഞ്ചു മുട്ടിക്കും. ഡോക്ടർമാർക്ക് സുഖം കിട്ടും. അത്രയ്ക്കധികം പേർക്ക് രോഗം ഒരു പ്രഭാഷണം കഴിയുമ്പോഴത്തേക്ക് നെഞ്ചു മുട്ടിക്കും. അങ്ങനത്തെ ശബ്ദം ആവശ്യത്തിലധികമാണ്. ഇത് അതിൻ്റെയൊക്കെ 100 ഇരട്ടിയിലാണ് വെക്കണത്. അത് കൂടാതെ ലൈറ്റിൻ്റെ ഇഫക്റ്റും ഉണ്ട്. പോരെങ്കിൽ ഇന്നത്തെ പുതിയ ലേസർ ടെക്നിക്ക് പലതും ഉപയോഗിച്ച് രൂപങ്ങളെയൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ ഇഫക്റ്റ് എല്ലാം കൂടി ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു കലക്റ്റീവ് മൈൻഡ് രൂപപ്പെടും, സമൂഹ മനസ്സ് രൂപപ്പെടും. ആ സമൂഹ മനസ്സിനെ വ്യക്തി മനസ്സിനെ അടിമയാക്കും. അങ്ങനെ വ്യക്തി മനസ്സിനെ അടിമയാക്കാൻ സാധിച്ചാൽ അവിടെ ഒരു മാസ് ഹിപ്നോട്ടിസം നടക്കും. ഈ മാസ് ഹിപ്നോട്ടിക് ഇഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവൻ വിജയിക്കുന്നു. അതിലാണ് അവനെ നമ്മൾ പൂജിക്കേണ്ടത്. അപ്പോൾ കാര്യം നടക്കും. ഇത്ര ശ്രദ്ധ നിനക്കുണ്ടോ അമ്പലത്തിൽ? ഇല്ല. പിന്നെ നീ 100 സ്ഥലത്ത് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ഇനി ഈ ഒരു ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനക്രമം അമ്പലത്തിലുണ്ടോ? അതും ഇല്ല. 3, വിഷമിക്കുന്ന ഒരു സമയത്ത് അവന് വിഷമം ഇല്ലാതാക്കി കൊടുക്കാനുള്ള ഒരു സാന്ത്വന വചസ് അമ്പലത്തിൽ കിട്ടുമോ? അതും ഇല്ല. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഓരോ ക്ഷേത്രത്തിലും അത് വേണം. വരുന്ന ഭക്തന്മാരോട് ഒന്ന് സൗമ്യമായി സ്നേഹമായി അവരുടെ ദുഃഖങ്ങളൊക്കെ ഒന്ന് ഇല്ലാണ്ടാവുന്ന രീതിയിൽ പൂജകനൊന്ന് സംഭാഷണം ചെയ്യാം. 2 ലോഹ്യം ചോദിച്ചാൽ മതി, വേറൊന്നും വേണ്ട. ഇത് തൊട്ടുകൂടാ, അത് കണ്ടിക്കൂടാ, മാറ്. നമ്മൾ പലപ്പോഴും പരിപാടിക്ക് അല്ലാതെ വിഷമം മാറ്, സ്വാമി മാറിക്കൊടുക്കും. സ്വാമിക്കോ എന്തിടേ അവൻ നീ മാറിക്കൊടുക്കണത്? അവനെ ഞാൻ മാറ്റിക്കൊള്ളേ. തുടരുത്. ഇതാ നമുക്കുള്ളത്. അകലുകയാണ്. ഇതൊക്കെ മനഃശാസ്ത്രപരമായി സമൂഹശാസ്ത്രപരമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുക. വളരെ അത്യാവശ്യമുള്ള സ്ഥിതിയാണ്. തമാശ പറയാമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ദൃഢമായ ശ്രദ്ധ നമുക്ക് വേണം. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ ഫലം പ്രാപിച്ചിരിക്കും. അതുകൊണ്ട് സാധിക്കും. എന്താ സംശയം? ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇവിടെ അങ്ങനെയാണെച്ചാൽ അങ്ങനെ, എങ്ങനെയാണെച്ചാൽ അങ്ങനെ, അതുപോലെ ഉറച്ച ദൃഢശ്രദ്ധ വേണം. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിലേക്ക് തിരിച്ചു വരാം. സകാമമായ ഭാവത്തോടുകൂടി സ്വർഗപ്രാപ്തിയെ ഉദ്ദേശിച്ചുകൊണ്ടും മറ്റ് പല കാമനകളെ ഉദ്ദേശിച്ചുകൊണ്ടും മാത്രമാണ് കേവല പൂർവമീമാംസകന്റെ കർമ്മം നടക്കുന്നത്. ഇവിടെയാകട്ടെ ഈശ്വരനെ പൂജിക്കാൻ പറഞ്ഞു. അതാണ് പൂർവമീമാംസയിൽ നിന്നുള്ള വ്യതിയാനം വരികയാണ് ഉത്തരമീമാംസയിലേക്ക്, വേദാന്തത്തിലേക്ക്. അത് നിഷേധിക്കുകയല്ല ചെയ്തത്, അതിനെ വളർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ പ്രധാനമായൊരു വിഷയം, പൂർവമീമാംസകൻ ഇന്നലെ വരെ ചെയ്ത സകല കർമ്മങ്ങളിലും സകാമത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, കാമ്യഭാവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാമ്യഭക്തി എന്നൊന്നും പറഞ്ഞേക്കരുത്, അവന് ഭക്തിയില്ല. പൂർവമീമാംസകന് ഭക്തിയൊന്നുമില്ല. ഭക്തി എന്നൊരു വിഷയമൊന്നും അവിടെ വരുന്നില്ല. മന്ത്രപൂർവ്വം ദേവതകളെ ഹവിരർപ്പണം ചെയ്ത് സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. അതിനെ ഇവിടെ ഉയർത്തുകയായി. എന്താണത്? കാമ്യബുദ്ധിയെ ത്യജിച്ചാലും കാമ്യേ മതിസ്ത്യജ്യതാം. പൂർവമീമാംസകന്റെ സകല കർമ്മങ്ങളിലും കാമനയാണ്. സ്വർഗം പ്രാപിക്കണം, അത് പ്രാപിക്കണം, ഇത് പ്രാപിക്കണം എന്നുള്ള കാമനയാണ്. ഈ കാമ്യത്തിലുള്ള ബുദ്ധിയെ നീ ഉപേക്ഷിച്ചാലും, എന്താ കാമ്യം? അല്പമായതാണോ നിനക്ക് കാമ്യം? അല്ല, കാമനയുണ്ടെങ്കിൽ അനല്പമായത് കാമിക്കണ്ടേ? എന്തായാലും നിനക്ക് കാമനയുണ്ടെങ്കിൽ അനല്പമായത് കാമിക്കൂ, അല്പമായത് കാമിക്കാതിരിക്കൂ. അതുകൊണ്ട് താത്കാലികങ്ങളായ പല വിഷയങ്ങളിലുള്ള നിന്റെ കാമനകളുടെ ബുദ്ധി നീ
ത്യജിച്ചാലും അതിക്രമിച്ചാലും. ഇവിടെ ത്യജിച്ചാലും എന്ന് പറഞ്ഞാൽ നമ്മളതിന് സ്ഥൂലാർത്ഥം മനസ്സിലാക്കരുത്. കാരണം ത്യജിക്കുക, ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രീയമായി തന്നെ മനസ്സിലാക്കണം. അല്ലാതെ എന്തെങ്കിലും അതിനെ നമ്മൾ ത്യജിച്ചു എന്ന് പറഞ്ഞാൽ അതായിരിക്കും നമുക്ക് ഏറ്റവും അധികം ഉണ്ടാവുക, ഇല്ലേ? ഇല്ല. അതിക്രമിക്കുക എന്ന് തന്നെ അർത്ഥം മനസ്സിലാക്കണം. അപ്പോഴേ ത്യജിക്കലാവുന്നുള്ളൂ, അല്ലെങ്കിൽ ത്യജിക്കലാവില്ല. അല്ലാണ്ട് ത്യജിച്ചു വെച്ചാൽ നമുക്ക് പരിചയമുള്ള ഒരാളെ പോലെയാവും. അതേതാ നമുക്ക് പരിചയമുള്ള ഒരാൾ? അയാൾ കാശി പോയിട്ട് വൈദികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ചില തർപ്പണങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ പറഞ്ഞു കാശി പോയി ചെയ്താൽ ഗയയിലും പോയി ചെയ്യണം. എന്നാൽ പിന്നെ ഗയയിലും പോയി കളാം. അങ്ങനെ ഗയയിൽ പോയിട്ട് അയാൾ ചിലതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചെയ്തപ്പോൾ ഈ പിണ്ടദാനമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഈ പണ്ടകൾ പറഞ്ഞു, ഇവിടെ വന്നിട്ട് ശ്രാദ്ധം കൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനം ഉപേക്ഷിക്കണം. എന്താ ഇപ്പോൾ ഉപേക്ഷിക്കുക ഭഗവാനെ? എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സാധനം നീ ഉപേക്ഷിച്ചോളൂ. അപ്പോൾ അവൻ ആലോചിച്ച് നോക്കി, എന്താ ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടത്? അങ്ങനെ ആലോചിച്ച് നോക്കി, വെണ്ടയ്ക്ക ആയിക്കോട്ടെ, ശരി വെണ്ടയ്ക്ക ഉപേക്ഷിച്ചു. ശരി, ഉപേക്ഷിച്ചു. എന്താ ഉപേക്ഷിച്ചത്? വെണ്ടയ്ക്ക ഉപേക്ഷിച്ചു. റൈറ്റ്. കർമ്മമൊക്കെ കഴിഞ്ഞു, ദക്ഷിണയൊക്കെ കൊടുത്ത് പോന്നു. ഉപേക്ഷിച്ചതാണ് കേട്ടോ. ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു. അയ്യോ, വെണ്ടുണ്ടോ ഇതിൽ? സപ്ലയറെ വിളിച്ചു, ഒരു വെണ്ടുണ്ടല്ലോ, അത് ഞാൻ കഴിക്കില്ല, അത് വേണ്ട, എനിക്ക് വേണ്ടില്ലാത്ത കൊണ്ടത്തരും. ഒരു വിധത്തിൽ അയാൾ എങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെട്ടിട്ടാണ് യാത്ര ചെയ്തെന്നറിയില്ല. നാട്ടിൽ തിരിച്ചെത്തി, സ്വീകരിക്കാൻ ഭാര്യ തയ്യാറാക്കിയിരിക്കുക. കറി വെണ്ടുണ്ടോ അതിൽ? വെണ്ട ഞാൻ ഉപേക്ഷിച്ചതാണ്. ഞാൻ വെണ്ട ഇട്ടിട്ടാണല്ലോ. പറ്റില്ല, വേറെ ഉണ്ടാക്കും. ദിവസവും കറി ഉണ്ടാക്കുമ്പോൾ വെണ്ട ഇടുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ടാക്കി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. വെണ്ടയ്ക്ക പറ്റില്ല. കൂട്ടുകാരെ വീട്ടിൽ പോയാൽ ഇയാളെ മനസ്സിൽ വെണ്ടയ്ക്ക, ഹോട്ടലിൽ പോയാൽ വെണ്ടയ്ക്ക, വീട്ടിൽ വെണ്ടയ്ക്ക. എപ്പോഴും ഇയാൾ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഒരൊറ്റയാളാണ്. എന്താണ്? വെണ്ടയ്ക്ക. ഇതിനെ ഇയാൾ ഉപേക്ഷിച്ചതാണോ? എന്തുപേക്ഷയാണ് നടന്നത്? ഉപേക്ഷയല്ല നടന്നത്. അതാണ് അയാൾക്ക് മനസ്സിൽ എപ്പോഴും ഉള്ളത്. ഇതുപോലെ നമ്മൾ എന്തെങ്കിലും കയറി ഉപേക്ഷിച്ചിട്ടൊരു കാര്യമില്ല. എന്തിനെ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കണം, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, ഇല്ലേ? സംശയമില്ല. അതുകൊണ്ട് തന്നെ കാമ്യത്തിലുള്ള ബുദ്ധിയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കരുത്. അതിക്രമിക്കുക, അപ്രസക്തമായി തീരുക. വലിയൊരു കാമന വന്നു കഴിഞ്ഞാൽ ചെറിയ കാമനയൊക്കെ അപ്രസക്തമായി. അതെ, അപ്രസക്തമായി തീരുകയാണ്. ഈ ലോകത്തിലും പരലോകത്തിലും മറ്റുള്ള പല ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ശരിയായ ഈശ്വര അനുഭൂതിയിൽ, അല്ലെങ്കിൽ ഈശ്വര ജ്ഞാനത്തിൽ, അല്ലെങ്കിൽ ശരിയായ ഈശ്വര ശ്രദ്ധയിൽ അല്പമായ സകലവും അപ്രസക്തമായി തീരുന്നുണ്ട്. അപ്രസക്തമായതെന്തോ അത് ഉപേക്ഷിക്കപ്പെടുന്നു. അതിന് പിന്നാലെ നമ്മൾ ആരും ഓടാറില്ല. അവിടെ കിടക്കട്ടെ, അത്രയേ ഉള്ളൂ. ഉപേക്ഷാ ബുദ്ധിയാണ്. അതിന് പിന്നാലെയും പോകണില്ല, അതിന് നേടാനും പോകണില്ല, നഷ്ടപ്പെടുത്താനും പോകില്ല, ഒന്നും. ഉപേക്ഷ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നലെ വരെ നിനക്ക് വളരെ പ്രസക്തമായിരുന്ന കാമ്യ വിഷയങ്ങൾ നിനക്ക് ഇന്ന് അപ്രസക്തമായി തീരുന്നു. കാമ്യേ മതിഹി ത്യജ്യതാം. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അവിടെ പോകണം, സ്വർഗം തന്നെ പലതുണ്ട്, അവിടെയൊക്കെ പോകണം, അവിടെ സീറ്റ് ഉറപ്പിക്കണം എന്നുള്ളതായ ബുദ്ധിയെ നീ ഉയർന്ന തത്വവിചാരം കൊണ്ട്, ഈശ്വരോപാസന കൊണ്ട്, ഈശ്വര തത്വാനുസന്ധാനം കൊണ്ട് അപ്രസക്തമാക്കി തീർത്താലും അല്ലാതെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അല്ലാണ്ട് ഞാൻ സ്വർഗ്ഗകാമന മുഴുവൻ ഉപേക്ഷിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ മുഴുവൻ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് സ്വർഗമായിരിക്കും. അതിനർത്ഥം മനസ്സിലാക്കുക. ഇങ്ങനെ കാമ്യേ മതി ത്യജ്യതാം. അപ്പോൾ ഉപദേശം 1, വേദഃ നിത്യം അധീയതാം. 2, തദുദിതം കർമ്മ സ്വനുഷ്ഠീയതാം. 3, തേന ഈശസ്യ അപചിതിഃ വിധീയതാം. 4, കാമ്യേ മതിഃ ത്യജ്യതാം. കടന്നിക്കട്ടെ. ബാക്കി നമുക്ക് തുടർന്ന് നാളെ കൃത്യസമയത്തിന് ചിന്തിക്കാം.